Hi guys, in this video നമ്മൾ എന്താണ് മെയിനായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഡീൽ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ബേസിക്കലി വാട്ട് ഈസ് റീജിയൻ ഓഫ് കൺവേർജൻസ്. ഓക്കെ, ROC ഇൻ ഇസഡ് ട്രാൻസ്ഫോം, റീജിയൻ ഓഫ് കൺവേർജൻസ് ഇൻ ഇസഡ് ട്രാൻസ്ഫോം. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പല രീതിയിൽ പല ഡെഫിനിഷൻസിൽ പല ക്വസ്റ്റ്യൻസിൽ ഏതാണ് റീജിയൻ ഓഫ് കൺവേർജൻസ് എന്ന് കണ്ടു. സോ പ്രോപ്പർട്ടീസ് ഓഫ് ROC. ഓക്കെ, അതിൻ്റെ ഒരു സമ്മാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻസിലൂടെയാണ് ഞാൻ പറയാൻ പോകുന്നത്. 1/2 raised to n u of n plus 1/4 raised to n u of n. Find the Z transform. Okay, so ഇതുപോലെ ഞാൻ ക്വസ്റ്റ്യൻസിലൂടെ ആയിരിക്കും പറയാൻ പോകുന്നത്. സോ എക്സ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു എന്താണ് 1/1 മൈനസ് 1/2 ഇസഡ് ഇൻവേഴ്സ് പ്ലസ് 1/1 മൈനസ് 1/4 ഇസഡ് ഇൻവേഴ്സ്. ഓക്കെ, ഇത് നമ്മൾ കണ്ടുപിടിച്ചതാണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ എന്താണ് ഇസഡ് ബൈ ഇസഡ് മൈനസ് 1/2 പ്ലസ് ഇസഡ് ബൈ ഇസഡ് മൈനസ് 1/4. ഓക്കെ, സോ ഇവിടെ ROC എന്ന് പറയുന്നത് മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1/2 ആൻഡ് ഇവിടെ ROC എന്ന് പറയുന്നത് മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1/4. ഓക്കെ, രണ്ടെണ്ണം പറയുന്നുണ്ട്. സോ ഇൻ ടോട്ടൽ വരുമ്പം ഇൻ്റർസെക്ഷനാണ്. ഹെൻസ് ROC കോമൺ ROC എന്ന് പറയുന്നത് മോഡ് ഇസഡ് ഏതാണ് ഗ്രേറ്റർ 1/4 ആണോ 1/2 ആണോ 1/2 ആ. സോ മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ 1/2 ആയിരിക്കും നമ്മുടെ ഈ ക്വസ്റ്റ്യൻ്റെ ROC. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ്റെ ROC എന്ന് പറയുന്നത് എനിക്കിവിടെ 1/4 ഉണ്ട്, ഇവിടെ 1/2 ഉണ്ട്. സോ ROC എന്ന് പറയുന്നത് ഈ ഒരു സർക്കിളിൻ്റെ വെളിയിലുള്ള അകത്തില്ല വെളിയിലുള്ള ഭാഗമായിരിക്കും ROC എന്ന് പറയുന്നത്. ഓക്കെ, 1/2. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി. അതായത് റൈറ്റ് സൈഡഡ് സിഗ്നൽ ആണെങ്കിൽ എന്താണ് ROC വിൽ ബി മോഡ് ഇസഡ് ഗ്രേറ്റർ ദാൻ സിഗ്മ മാക്സ്. ഓക്കെ, ആ റൈറ്റ് സൈഡഡ് സിഗ്നലിന് ROC എന്ന് പറയുന്നത് സിഗ്മ എന്ന് പറഞ്ഞാൽ എന്താണ്, ഞാൻ ഈ വാല്യൂവിനെയാണ് സിഗ്മ എന്ന് എടുത്തത്, അതിൻ്റെ മാക്സിമം വാല്യൂ. ഓക്കെ, 1/4ലും 1/2ലും ഹയസ്റ്റ് എന്ന് പറഞ്ഞാൽ സിഗ്മ മാക്സ്. ഓക്കെ, സോ അത് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നാണ് നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടി കാണുന്നത്. ഇനി സെക്കൻഡ് പ്രോപ്പർട്ടി. സെക്കൻഡ് ക്വസ്റ്റ്യൻ മൈനസ് 1/2 raised to n u of minus n minus 1 minus 1/3 raised to n u of minus n minus 1. Okay, നമുക്കറിയാം this is a left sided signal and its Z transform x of Z is എന്താണ് 1/1 minus 1/2 Z inverse plus 1/1 minus 1/3 Z inverse. ഞാൻ എങ്ങനെ ഇത് എഴുതി എന്നുള്ളത് നിങ്ങൾ എൻ്റെ നേരത്തെ പ്രോബ്ലംസിൻ്റെ വീഡിയോസ് കണ്ടാൽ ഞാൻ എങ്ങനെ നമുക്ക് ഈ റിസൾട്ടിൽ എത്തിച്ചേരാം എന്ന് നമുക്ക് മനസ്സിലാക്കാം. സോ ഞാനിവിടെ ഡയറക്റ്റായിട്ട് റിസൾട്ടാണ് എഴുതുന്നത്. നിങ്ങളോട് പരീക്ഷയ്ക്ക് ചോദിക്കുമ്പം ഓരോന്നും എങ്ങനെ കിട്ടി, എന്താണ് ഓരോന്നിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം, എന്താണ് ROC, ഇതെല്ലാം പറയണം. ഞാൻ ജസ്റ്റ് പ്രോപ്പർട്ടീസ് പറയാൻ വേണ്ടി മാത്രം ഞാൻ കുറേ ക്വസ്റ്റ്യൻസ് എടുത്തിരിക്കുന്നതേ ഉള്ളൂ. ഇസഡ് ബൈ ഇസഡ് മൈനസ് 1/2 പ്ലസ് ഇസഡ് ബൈ ഇസഡ് മൈനസ് 1/3 എന്ന് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, സോ ഇവിടെ മോഡ് ഇസഡ് ലെസ് ദാൻ 1/2 ആൻഡ് മോഡ് ഇസഡ് ലെസ് ദാൻ 1/3 ആയിരിക്കും ഈച്ച് വണ്ണിൻ്റെ ROC.
സോ കോമൺ ആയിട്ടുള്ള ROC എന്ന് പറഞ്ഞാൽ ഓക്കെ 1/2 ഉണ്ട് ആൻഡ് 1/2 ആൻഡ് 1/3. സോ ലെസ് ദാൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. എനിക്ക് 2 സർക്കിളുണ്ട്, 1/2 ഒരു സർക്കിളുണ്ട്, 1/3 സർക്കിളുണ്ട്. സോ ROC വിൽ ബി ഇന്നർ പാർട്ട് ഓഫ് this circle. Okay, so ROC will be mod Z less than 1/3 എന്നുള്ളതായിരിക്കും ROC. സോ ഇവിടെ പറയുന്നത് ഒരു ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആണെങ്കിൽ ROC വിൽ ബി mod Z ലെസ് ദാൻ സിഗ്മ മിനിമം. ഓക്കെ, സിഗ്മ മിനിമം. ഇതിനകത്ത് 2 എണ്ണം ഉണ്ട്. അതിനകത്ത് ഏറ്റവും മിനിമം ആയിട്ടുള്ള വാല്യൂ ഏതാണോ അതിന് അകത്തുള്ള സർക്കിളിലായിരിക്കും ROC വരുന്നത് ഫോർ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ. ഓക്കെ, മനസ്സിലായല്ലോ? ദിസ് ഈസ് ഇമാജിനറി ഓഫ് Z ആൻഡ് ദിസ് ഈസ് റിയൽ ഓഫ് Z. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, ഞാൻ ജസ്റ്റ് പറയുന്നു എന്നേ ഉള്ളൂ. ദിസ് ഈസ് Z പ്ലെയിൻ. ഓക്കെ, ഇത് മനസ്സിലായല്ലോ? നൗ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. So next question, 2 raised to n u of n minus 4 raised to n u of n minus 1. Okay, so x of z എന്ന് പറഞ്ഞാൽ 2 raised to n u of n ൻ്റെ 1/1 minus 2z raised to minus 1 plus 1/1 minus 4z raised to minus 1. Okay, which is equal to എന്താണ് z by z minus 2 plus z by z minus 4. ഓക്കെ, സോ ഇവിടെ ROC എന്ന് പറയുന്നത് mod z ഗ്രേറ്റർ ദാൻ 2 ആൻഡ് ഇവിടെ ROC എന്ന് പറയുന്നത് mod z ലെസ് ദാൻ 4. സോ കോമൺ ROC എന്ന് പറയുന്നത് എന്താണ്? mod z ഇൻ ബിറ്റ്വീൻ 4 ആൻഡ് 2 ആയിരിക്കും. സോ ഞാൻ ROC വരയ്ക്കുവാണെങ്കിൽ ഹിയർ ഐ ആം ഹാവിങ് 2 ആൻഡ് ഹിയർ ഐ ആം ഹാവിങ് 4. സോ ദ ROC വിൽ ബി ദിസ് സ്ട്രിപ്പ്. This common strip. Okay, this will be the ROC. So നമുക്ക് എന്ത് പറയാം? നമ്മളിത് നേരത്തെ പറഞ്ഞതാണ്. If it is a two-sided signal, okay, both right-sided and left-sided signal, the ROC will be എന്താണ്? A strip between two rings R1 and R2 provided R2 greater than R1. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞതാണ്. Now if the question is minus 2 raised to n u of n minus n minus 1 plus 4 raised to n u of n. Okay, then x of z will be one by 1 minus 2 z raised to minus 1 plus 1 by 1 minus 4 z raised to minus 1. The same thing, z by z minus 2 plus z by z minus 4. Okay, but ഈ ഒരു കേസിൽ mod z will be less than 2 and ഇവിടെ mod z will be greater than 4. സോ നിങ്ങൾ ROC വരച്ച് നോക്കുകയാണെങ്കിൽ 2ൽ ഒരു സർക്കിളുണ്ട്, 4ലും ഒരു സർക്കിളുണ്ട്. ഒരെണ്ണത്തിനകത്താണ് ROC, ഒരെണ്ണത്തിൻ്റെ വെളിയിലാണ് ROC. സോ ദർ ഇസ് നോ കോമൺ പോർഷൻ.
or R2 is not greater than R1. Okay, R2 not greater than R1. Hence, എന്ത് പറയാം, Z transform does not exist for this question. Doesn't exist. Okay, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. Next we can deal with the ROC of a finite sequence. എന്താണ് ഫൈനൈറ്റ് സീക്വൻസും ഇൻഫൈനൈറ്റ് സീക്വൻസും തമ്മിലുള്ള ഡിഫറൻസ്? ഇൻഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം എക്സാമ്പിളാണ് യു ഓഫ് എൻ. യു ഓഫ് എൻ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, n ഈസ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി ആ വാല്യൂ വേരി ചെയ്തുകൊണ്ടേയിരിക്കും. സോ ദാറ്റ് ഈസ് ഇൻഫൈനൈറ്റ് സീക്വൻസ്. നമ്മളിപ്പോൾ കണ്ടതെല്ലാം യു ഓഫ് എൻ വരുന്ന ഒരു സിഗ്നൽസ് ആണ് കണ്ടത്. ദാറ്റ് ഈസ് ഇൻഫൈനൈറ്റ് സീക്വൻസ്. ഓക്കെ, സോ ഇറ്റ് വിൽ സ്റ്റാർട്ട് അറ്റ് 0 ആൻഡ് വിൽ എക്സ്റ്റെൻസ് അപ്പ് ടു ഇൻഫിനിറ്റി. അതിനെയാണ് ഇൻഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ കണ്ടതെല്ലാം ഇൻഫൈനൈറ്റ് സീക്വൻസ് ആണ്. ഇനി ഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഒരു പോർഷൻ ഓഫ് എ സിഗ്നൽ ആയിരിക്കും given by x of n is equal to, for example, 3 2 5 2. ഓക്കെ, ഇതൊരു സീക്വൻസ് ആണ് given by x of n. ഓക്കെ, ഒരു ആരോ മാർക്ക് ഉണ്ടെങ്കിൽ that will be the 0th പൊസിഷൻ. സോ ഇതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇത് എക്സ് ഓഫ് 0യിലുള്ളതാണ്. എക്സ് ഓഫ് 0 എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളതാണ്. എക്സ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ 1യിലുള്ളതാണ്. എക്സ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ 2യിലുള്ളതാണ്. എക്സ് ഓഫ് 3 എന്ന് പറഞ്ഞാൽ 3യിലുള്ളതാണ്. സോ ഇവിടെ ഒരു ആരോ മാർക്ക് കാണിക്കുന്ന അതാണ് 0th പൊസിഷൻ എന്നാണ്. അപ്പോൾ ഇത് എക്സ് ഓഫ് 0യിലുള്ള വാല്യൂ ആണ് 3. ഓക്കെ, ഇത് എക്സ് ഓഫ് 1, ഇത് എക്സ് ഓഫ് 2, ഇത് എക്സ് ഓഫ് 3. ഓക്കെ, സോ ദിസ് ഇസ് ഹൗ വി ആർ റെപ്രസെൻറ്റിങ് എന്ത് ഒരു ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് ഡിസ്ക്രീറ്റ് സിഗ്നൽ. ഒരു ഫൈനൈറ്റ് സീക്വൻസ് ഓഫ് ഡിസ്ക്രീറ്റ് സിഗ്നലിൻ്റെ ഒരു ഫോം ഓഫ് റെപ്രസെൻറ്റേഷൻ ആണിത്. ഓക്കെ, ഇനി അനദർ ഫോം ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ് എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു, എക്സാമ്പിൾ ഞാൻ പറയുവാണ്, 0 for n between 0 and 3 and 1 between 3 and 5. ഇങ്ങനെയൊക്കെ പറയുന്നത് വേറൊരു ഫോം ഓഫ് റെപ്രസെൻറ്റേഷൻ ആണ്. ആൻഡ് ദിസ് വൺ ഈസ് ദ ഗ്രാഫിക്കൽ ഫോം ഓഫ് റെപ്രസെൻറ്റേഷൻ. സോ ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഡിസ്ക്രീറ്റ് സിഗ്നലിനെ റെപ്രസെൻറ്റ് ചെയ്യാം. ഒരു 4 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. ഹൗ എക്സ്പ്ലെയിൻ അബൌട്ട് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിസ്ക്രീറ്റ് സിഗ്നൽസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇതെല്ലാം ഡിഫറെൻറ്റ് വേയ്സ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിസ്ക്രീറ്റ് സിഗ്നലാണ്. സോ ഒരു ഫൈനൈറ്റ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇവിടുത്തെ എക്സ് ഓഫ് 0 തൊട്ട് എക്സ് ഓഫ് 3 വരെ വേരി ചെയ്യത്തുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനാണ് നമ്മൾ പോകുന്നത്. സോ അതിന് നമ്മൾ എന്നാ ചെയ്യുന്നതെന്ന് വെച്ചാൽ എക്സ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ n ഈസ് ഈക്വൽ ടു, ഇവിടെ ഏത് പൊസിഷനാണ് വേരി ചെയ്യുന്നത്? 0 1 2 3. So 0 to 3 x of n z raised to minus n. Okay, substitute ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? x of 0 into z raised to 0 plus x of 1 into z raised to minus 1 plus x of 2 into z raised to minus 2 plus x of 3 into z raised to minus 3. ഓക്കെ, ഈ വാല്യൂസ് ഒക്കെ കൊടുക്കുക. അപ്പം 3 plus 2 z raised to minus 1 plus 5 z raised to minus 2 plus 2 z raised to minus 3 എന്ന് കിട്ടും. ഇതാണ് എക്സ് ഓഫ് ഇസഡ്. ഓക്കെ, സോ ഇതിനെ നമുക്ക് ROC കണ്ടുപിടിക്കണം നമുക്ക്, അല്ലേ? ROC കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എക്സ് ഓഫ് ഇസഡിനെ
ഇസഡ് റേസ് ടു -1 എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു ബൈ ഇസഡ് ആണ്. 5/z² പ്ലസ് 2/z³. ഓക്കെ, ഇനി പുട്ട് z ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ഇസഡിന് ഇൻഫിനിറ്റി കൊടുക്കുമ്പം എനിത്തിങ് ബൈ ഇൻഫിനിറ്റി ഈസ് ഈക്വൽ ടു 0. എക്സ് ഓഫ് ഇസഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആകും. ആൻഡ് ഇസഡ് ഈസ് ഈക്വൽ ടു 0 ഇട്ട് കൊടുത്താൽ എനിത്തിങ് ബൈ 0 എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആകും. ഓക്കെ, ദെയർഫോർ ROC ഈസ് ദാറ്റ് റീജിയൻ വെയർ എക്സ് ഓഫ് ഇസഡിൻ്റെ വാല്യൂ ഇൻഫിനിറ്റി ആകാത്തത്. ഓക്കെ, ഇൻഫിനിറ്റി ഇട്ട് കൊടുക്കുമ്പോൾ 0 ആകും. 0 ഇട്ട് കൊടുത്തപ്പോൾ ഇൻഫിനിറ്റി ആയിരുന്നു ആയത്. ഓക്കെ, സോ ROC വിൽ ബി എൻറ്റയർ ഇസഡ് പ്ലെയിൻ എക്സെപ്റ്റ് ഇൻഫിനിറ്റി ആകാത്ത ഇടത്ത് മാത്രമേ ROC കാണത്തുള്ളൂ. അതാണ് ROCയുടെ പ്രത്യേകത. ഇവിടെ നമുക്ക് ഇൻഫിനിറ്റി ആയി. അത് ഏത് വാല്യൂവിലാണ്? ഇസഡ് ഈസ് ഈക്വൽ ടു 0യിൽ. ഓക്കെ, സോ എക്സ് ഓഫ് ഇസഡ് ഫൈനൈറ്റ് ആയിരിക്കുന്ന വാല്യൂവിനെയാണ് ROC എന്ന് പറയുന്നത്. സോ ROC വിൽ ബി എൻറ്റയർ ഇസഡ് പ്ലെയിൻ എക്സെപ്റ്റ് ഇസഡ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, അപ്പം ഇതേത് ടൈപ്പ് ഓഫ് സിഗ്നലാണ്? എക്സ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് നമുക്ക് ഇതൊരു റൈറ്റ് സൈഡഡ് സിഗ്നലാണ് അല്ലേ? റൈറ്റ് സൈഡഡ് ഫൈനൈറ്റ് സീക്വൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ROC വിൽ ബി എൻറ്റയർ ഇസഡ് പ്ലെയിൻ എക്സെപ്റ്റ് ഇസഡ് ഈസ് ഈക്വൽ ടു 0. ഓക്കെ, സോ അതാണ് നമുക്ക് ഉള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് വിൽ ബി എ പ്രോപ്പർട്ടി. അതിന് പ്രോപ്പർട്ടീസ് നമുക്ക് അവസാനം ഒരുമിച്ച് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ് ഓഫ് n ഈസ് ഈക്വൽ ടു 1 2 3 1. ഓക്കെ, എക്സ് ഓഫ് n എന്ന് പറയുന്നത് ഇതാണ്. നൗ എക്സ് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു സമ്മേഷൻ n ഈസ് ഈക്വൽ ടു 0th പോയിന്റ് തന്നിട്ടില്ല. ഇതാണ് 0th പോയിന്റ്. ദാറ്റ് ഈസ് എ ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ. ഓക്കെ, 0 -1 -2 -3. സോ -3 to 0 എക്സ് ഓഫ് n ഇസഡ് റേസ് ടു -n. ഓക്കെ, ഇതായിരിക്കും വരുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് -3 z³ പ്ലസ് എക്സ് ഓഫ് -2 z² പ്ലസ് എക്സ് ഓഫ് -1 z പ്ലസ് എക്സ് ഓഫ് 0 z raised to 0. Okay, which is equal to z³ plus 2z² plus 3z plus 1. ഓക്കെ, ഇതാണ് നമ്മുടെ എക്സ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. ഈ തന്നിരിക്കുന്ന സിഗ്നലിൻ്റെ എക്സ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത്. ഓക്കെ, സോ എക്സ് ഓഫ് 0 ഇതാണ്. ഇത് എക്സ് ഓഫ് -1 -2 -3 ആയിരിക്കും. ഓക്കെ, നൗ ROC. ഓക്കെ, ROC കണ്ടുപിടിക്കാൻ വേണ്ടി പുട്ട് ഇസഡ് ഈസ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ് ഓഫ് ഇസഡിൻ്റെ വാല്യൂ എന്താണ്? ഇസഡിന് 0 കൊടുക്കുമ്പോൾ 1 ആണ് ഫൈനൈറ്റ് വാല്യൂ കിട്ടിയത്. ഇസഡ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി കൊടുക്കുമ്പം എക്സ് ഓഫ് ഇസഡ് വിൽ ബി ഇൻഫിനിറ്റി. സോ ROC വിൽ ബി entire z plane except z is equal to infinity. Okay, so left sided signal na ROC will be entire z plane except z is equal to infinity. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ടു സൈഡഡ് സിഗ്നൽ എക്സ് ഓഫ് n is equal to 1 1 1 1. Okay, here I have 0. സോ നമുക്ക് എക്സ് ഓഫ് ഇസഡ് എന്ന് പറഞ്ഞാൽ എവിടം തൊട്ട് എവിടം വരെയാ? സമ്മേഷൻ n ഈസ് ഈക്വൽ ടു -2 to 1 എക്സ് ഓഫ് n ഇസഡ് റേസ് ടു -n വിച്ച് ഈസ് ഈക്വൽ ടു എന്തോ കിട്ടും?
z square plus z plus z raised to 0 അല്ലെങ്കിൽ 1 plus z raised to minus 1. ഇപ്പോൾ ROC എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് സ്ക്വയർ പ്ലസ് ഇസഡ് പ്ലസ് 1 പ്ലസ് 1 ബൈ ഇസഡ് ആണ്. ഓക്കെ, പുട്ട് ഇസഡ് ഈസ് ഈക്വൽ ടു 0. എക്സ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. ഇസഡ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി കൊടുത്താലും എക്സ് ഓഫ് ഇസഡ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആയിരിക്കും. ഹെൻസ് ROC for a two-sided signal will be entire z plane except z is equal to 0 and z is equal to infinity. Okay, so this is the case of two-sided signal. ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആണെങ്കിൽ എൻ്റയർ z പ്ലെയിൻ എക്സെപ്റ്റ് z is equal to infinity ആൻഡ് റൈറ്റ് സൈഡഡ് സിഗ്നൽ ആണെങ്കിൽ എൻ്റയർ z പ്ലെയിൻ എക്സെപ്റ്റ് z is equal to 0. ഓക്കെ, സോ നമുക്ക് ഇത്രയും ചെയ്തത് നമുക്കൊന്ന് അതിനെ ഒന്ന് നട്ട്ഷെല്ലിലാക്കുകയാണെങ്കിൽ നമുക്ക് പറയാം, ഫസ്റ്റ് പ്രോപ്പർട്ടി ROC കനോട്ട് കണ്ടെയ്ൻ എനി പോൾസ്. ഓക്കെ, ROCയിൽ പോൾസ് ഒന്നും കാണത്തില്ല. ഓക്കെ, നമ്മളിത് ലാപ്ലാസിലും പറഞ്ഞതാണ് വൈ ഇറ്റ് ഡസൻ കണ്ടെയ്ൻ എനി പോൾസ് എന്നുള്ള കാര്യം. ഓക്കെ, സോ സെയിം റീസൺ ആണ് ഇവിടെ. ഇനി റൈറ്റ് സൈഡഡ് സിഗ്നൽ ആണെങ്കിൽ ROC എന്ന് പറയുന്നത് ഔട്ട്സൈഡ് ദ സർക്കിൾ ആയിരിക്കും. ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആണെങ്കിൽ ഇൻസൈഡ് ദ സർക്കിൾ ആയിരിക്കും ROC. ടു സൈഡഡ് സിഗ്നൽ ആണെങ്കിൽ ഒരു സർക്കിളിൻ്റെ സ്ട്രിപ്പ് ആയിരിക്കും, പ്രൊവൈഡഡ് R2 ഗ്രേറ്റർ ദാൻ R1. ഓക്കെ, നമ്മളിതെല്ലാം എക്സാമ്പിൾസ് വെച്ചിട്ട് ഈ ഹോൾ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഫൈനൈറ്റ് സീക്വൻസ് വിച്ച് ഈസ് കോസൽ. കോസൽ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡഡ് സിഗ്നൽ. ഓക്കെ, കോസൽ സിഗ്നൽ എന്താണെന്ന് നമ്മൾ കണ്ടു. സോ കോസൽ സിഗ്നൽ ആണെങ്കിൽ ദെൻ ROC വിൽ ബി എൻറ്റയർ z പ്ലെയിൻ എക്സെപ്റ്റ് z is equal to 0. ആൻറ്റി കോസൽ ആണെങ്കിൽ, ഓക്കെ, ദാറ്റ് ഈസ് ലെഫ്റ്റ് സൈഡഡ് സിഗ്നൽ ആണെങ്കിൽ ROC വിൽ ബി എൻറ്റയർ z പ്ലെയിൻ എക്സെപ്റ്റ് z is equal to ഇൻഫിനിറ്റി. ആൻഡ് ടു സൈഡഡ് സീക്വൻസ് ആണെങ്കിൽ എൻറ്റയർ z പ്ലെയിൻ എക്സെപ്റ്റ് z is equal to 0 ആൻഡ് z is equal to ഇൻഫിനിറ്റി. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പല പ്രോബ്ലംസിലൂടെയും കണ്ടത്. ഇതോടുകൂടി തീരത്തില്ല, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ROCയിൽ നിന്ന് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് സ്റ്റെബിലിറ്റി ഓഫ് എ സിസ്റ്റം, കോസാലിറ്റി ഓഫ് എ സിസ്റ്റം. ഓക്കെ, ഇതെല്ലാം നമ്മൾ കണ്ടുപിടിക്കുന്ന ROC കൂടെയാണ്. സോ അത് രണ്ടും ഞാൻ സ്റ്റെബിലിറ്റി ആൻഡ് കോസാലിറ്റി വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. സോ ഇപ്പം കോമൺ പ്രോപ്പർട്ടീസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പ്രോബ്ലംസിലൂടെ ഇത്രയും കാര്യങ്ങളാണ്. ഇത്രയും നമ്മൾ പറഞ്ഞു. ഇനി കോസാലിറ്റി എന്താണ്? സ്റ്റെബിലിറ്റി ഓഫ് എ LTI സിസ്റ്റം. LTI സിസ്റ്റത്തിൻ്റെ കാര്യമാണ് ഇത്. സിഗ്നൽസിൻ്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. സിസ്റ്റത്തിൻ്റെ കാര്യം പറയുമ്പോൾ എങ്ങനെയായിരിക്കും LTI സിസ്റ്റത്തിൻ്റെ കോസാലിറ്റി എന്നുള്ളത് നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം. സ്റ്റെബിലിറ്റി എങ്ങനെയായിരിക്കും. സോ അവിടെയാണ്, സ്റ്റെബിലിറ്റിയിലാണ് യൂണിറ്റ് സർക്കിളിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. സോ ആ ഒരു കാര്യങ്ങൾ, ഓക്കെ, ദാറ്റ് ഈസ് ബൗണ്ടഡ് സിഗ്നലാണോ അൺബൗണ്ടഡ് സിഗ്നലാണോ, ഇതെല്ലാം നമുക്ക് ROCയിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ്. സോ ഇൻ എ നട്ട്ഷെൽ നമുക്ക് ഇപ്പം പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ROCയുടെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. സ്റ്റെബിലിറ്റിയും കോസാലിറ്റിയും ലാപ്ലാസിൽ ചെയ്തതുപോലെ തന്നെ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യും. ഓക്കെ, ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. And do subscribe my channel and like my videos.